അതേപോലെ ഇതൊരു കോൺട്രാക്ട് അഗ്രിമെന്റ് ആണ്. അതായത് കോൺട്രാക്ട് ആണ്. അതായത് 3 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ജോബാണ് ഇത്. ഓക്കെ, 3 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ജോബാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന എക്സ്പോഷർ എന്ന് വെച്ചാൽ വളരെ വളരെ വലുതായിരിക്കും. ഈ ജോബ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. കിട്ടിക്കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അവിടെയുള്ള എക്സ്പോഷർ എന്ന് വെച്ചാൽ വളരെ ഹൈ ആയിരിക്കും. അതേപോലെ അവിടെയുള്ള എക്സ്പീരിയൻസും അതേപോലെ ഇത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനുള്ള വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയിലേക്കുള്ള പ്രോജക്ട് സയന്റിസ്റ്റ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്തൊരു വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയട്ടെ, ഇതൊരു കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആണ്. എന്നിരുന്നാലും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്ന് വെച്ചാൽ വളരെ വളരെ വലുതായിരിക്കും. ഓക്കെ, ഇത് ഇനീഷ്യൽ ആയിട്ട് 3 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിലും ഫർദർ അവരത് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. അതുമല്ല, നിങ്ങൾക്ക് എവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് നല്ലൊരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എക്സ്പോഷറും എന്തായിരിക്കും, വളരെ വളരെ വലുതായിരിക്കും. ഇതൊരു എക്സാം ഒന്നും ഇല്ലാത്ത ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. അതായത് ഒരു വൺ ടൈം പ്രിലിമിനറി ഇന്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഇന്റർവ്യൂ. ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. മാർച്ച് 12 വരെയാണ് ഡേറ്റ്. അഡ്വർടൈസ്മെന്റ് നമ്പർ 130 അപ്പൊ ഇതിലിപ്പം നമുക്കിപ്പോ ഇലക്ട്രിക്കലിന്റെ കേസിലേക്ക് വരാം. ഓക്കെ, ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കലാർക്ക് അപ്ലൈ വേണ്ടി പറ്റും കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കലാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അവിടെ 16 വേക്കൻസി ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, പക്ഷേ നമുക്ക് ഇലക്ട്രിക്കലിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടില്ലേ. ഇലക്ട്രിക്കലിന് സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മാസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈറബിൾ എന്ന രീതിയിൽ പറയുന്നത്, ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈറബിൾ ആണ്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡിസൈറബിൾ ആണ്. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നൊന്നുമില്ല. അൺറിസർവ്ഡ് 8, 2, 1, 3, 1, 15 ടോട്ടൽ വേക്കൻസി ഉള്ളത്. ഇലക്ട്രിക്കൽ ആർക്കും എല്ലാവർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എല്ലാവർക്കും എന്ത് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇനിയുള്ള ജസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഇതിപ്പോ എന്ന് വെച്ചാൽ പ്രൊജക്ട് സയന്റിസ്റ്റ് ആണ്. ഇനിയിപ്പോ പ്രൊജക്ട് സയന്റിസ്റ്റ് സിയും കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ പറയാൻ പ്രൊജക്ട് സയന്റിസ്റ്റ് ബി എ ആണ്. ഓക്കെ, പ്രൊജക്ട് സയന്റിസ്റ്റ് ബി 90,789 ആണ് കൺസോളിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ ഇത് കോൺട്രാക്ട് ആയതുകൊണ്ട് കുറെ പേരൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവിടെ കിട്ടുന്നുണ്ടാവുക. പിന്നെ രണ്ടാമത് നമ്മളിപ്പം സി ആകുമ്പോഴെന്താ 4 വേക്കൻസി ആണുള്ളത്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. മിനിമം 3 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് അവിടെ ആവശ്യമായിട്ടുണ്ട്. എസെൻഷ്യൽ വർക്കിംഗ് എക്സ്പീരിയൻസ് 3 ഇയേഴ്സ് എന്നുള്ള രീതിയിൽ അവരവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇലക്ട്രിക്കൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം, എയർക്രാഫ്റ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അപ്ലൈ ചെയ്യാൻ പറ്റും. എനിവേ, ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു, ബി ടെക് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, എം ടെക്കും അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ കണ്ടീഷൻ ആയിട്ടാണ് പ്രൊജക്ട് സയന്റിസ്റ്റ് ബിയുടെ കേസിൽ പറയുന്നത്. ഓക്കെ, റെമ്യൂണറേഷൻ പറഞ്ഞു. പ്രൊജക്ട് സയന്റിസ്റ്റ് ബി ആകുമ്പോൾ 90,789. സയന്റിസ്റ്റ് സി ആണെന്നുണ്ടെങ്കിൽ 1,80,73 ആണ്. ആനുവൽ ഇൻക്രിമെന്റ് ഓഫ് 7% വിൽ ബി പ്രൊവൈഡഡ് ഓൺ ഗ്രോസ് സാലറി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 1 ഇയർ ഫ്രം ദി ഡേറ്റ് ഓഫ് ജോയിനിങ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് 3 വർഷത്തേക്കുള്ളതാണ് അല്ലെ. അപ്പോ 3 വർഷത്തിൽ ഏറ്റവും ആദ്യത്തെ ഒരു വർഷം, ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആണ് ഈ ഒരു രീതിയിൽ പെർ മന്ത് കിട്ടുന്നുണ്ടാവുക. ഒരു വർഷം കഴിഞ്ഞാൽ എന്താ, ആനുവൽ സാലറിയിൽ 7% ഇൻക്രീസ് ഉണ്ടാവും. ഏകദേശം 8,000 അടുത്ത് അവിടെ ഇൻക്രീസ് ആവുന്നുണ്ടാവും. അപ്പൊ ഏജ് ലിമിറ്റ് പറയുന്നത് പ്രൊജക്ട് സയന്റിസ്റ്റ് ബി ആകുമ്പോൾ 35 വയസ്സും സി ആണെങ്കിൽ 40 വയസ്സുമാണ് ഉള്ളത്. അതുപോലെ 3-5 വർഷം കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഒ ബി സി ഡിയും SC ST ഡിയും കേറ്റേഴ്സിലെ ഓൾ ഇന്റർനാഷണൽസ് ആർ നീഡ് ടു അപ്ലൈ. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റും. ADയുടെ ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ജസ്റ്റ് എന്താ സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ, ഡേറ്റ് ഓഫ് ബർത്തിന്റെ എല്ലാത്തിന്റെയും ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷന്റെ ഒക്കെ എല്ലാത്തിനും ഡോക്യുമെന്റ്സ് എന്താ അവിടെ ആവശ്യമായിട്ടുണ്ട്. അതേപോലെ സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എക്സാംസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഏറ്റവും ആദ്യം എന്ത് ചെയ്യും, ജസ്റ്റ് അവരൊരു നോർമൽ പ്രൊസീജിയർ ആയിട്ട് ഐഡന്റിറ്റി, അതേപോലെ ഏജ്, എസെൻഷ്യൽ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ എന്താ പറയുക, അവർ പറഞ്ഞ പ്രകാരം തന്നെയാണോ എന്നില്ലാതെ ഫസ്റ്റ് ഒരു സ്ക്രീനിങ് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് സ്ക്രീനിങ്. അപ്പോ അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രീനിങ് കഴിഞ്ഞാൽ രണ്ടാമതാണ് ടെക്നിക്കൽ സ്ക്രീനിങ്. അതായത്
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചില പോസ്റ്റിന് രണ്ടാമത്തെ സയന്റിസ്റ്റ് സീഡൊക്കെ കേസിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ആ പറഞ്ഞ ഫീൽഡിൽ തന്നെയാണോ? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സയന്റിസ്റ്റ് ബിയുടെ കേസിലാകുമ്പോൾ അവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞ എംടെക് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഒന്നും കൂടി ഒരു സ്ക്രീനിങ് അവിടെ നടത്തുന്നുണ്ടാവും. അതായത് നിങ്ങളിപ്പോ എംടെക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ബിടെക് ഉള്ളവരെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡിസൈറബിൾ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓ, പല രീതിയിലായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മോർ ദാൻ വൺ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഇസ് പ്രിസ്ക്രൈബ്ഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഓ ബൈ ഹോൾഡിംഗ് എ ടെക്നിക്കൽ സ്ക്രീനിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഇൻക്ലൂഡിംഗ് ദ ടെക്നിക്കൽ എക്സ്പെർട്സ് ഫ്രം ISRO, ബാർക്ക്, DRDO, അല്ലെ? അല്ലെങ്കിൽ ബൈ കണ്ടക്ടിങ് ഷോർട്ട് ഓൺലൈൻ ഇന്റർവ്യൂ 10 to 15 minutes ടു ദി ഫർദർ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ടെക്നിക്കൽ സ്ക്രീനിങ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു 10 to 5 ഓൺലൈൻ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ഒരു 10-15 മിനിറ്റ്സ് ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പ്രിലിമിനറി ഓൺലൈൻ ഇന്റർവ്യൂയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ആണെങ്കിൽ 12 കാൻഡിഡേറ്റ്സിന്, 2 to 3 പോസ്റ്റ് ആണെങ്കിൽ 24, 10 പോസ്റ്റ് ആണെങ്കിൽ 60 ആൾക്കാർ എന്ത് ചെയ്യാം, അവരവിടെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിലിപ്പം നമ്മളിപ്പം പറഞ്ഞല്ലോ, അതായത് ഓൺലൈൻ ഇന്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എക്സ്പോഷർ ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവുക. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു ഓൺലൈൻ ഇന്റർവ്യൂ ആകുമ്പോൾ ടെക്നിക്കൽ എക്സ്പെർട്സ് ഫ്രം ISRO, ബാർക്ക്, DRDO ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരുടെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവരൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും, അത് അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് മീറ്റ് ചെയ്യുക, അതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഒരു എക്സ്പോഷർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടിയാൽ ഏറ്റവും നല്ല എക്സ്പോഷർ. ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റാന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, ഒരു പ്രിലിമിനറി ഓൺലൈൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. പ്രിലിമിനറി ഓൺലൈൻ ഇന്റർവ്യൂ പറഞ്ഞാൽ 10 to 15 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ അതിന്റെ ബേസ് ആയിട്ട് ഒരു ഫൈനൽ ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക, ഫൈനൽ പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പൊ ഫൈനൽ പേഴ്സൺ ഇന്റർവ്യൂവിന്റെ ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, അവരവിടെ ഫൈനൽ ആയിട്ട് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ എക്സാംസ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഏറ്റവും അവര് ഇൻഡിവിജ്വൽ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവുക. ഓൺലൈൻ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എന്താ, പ്രിലിമിനറി ഓൺലൈൻ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഫൈനൽ പേഴ്സൺ ഇന്റർവ്യൂ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കുന്നത് ആഹ്, അതായത് ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ ബി അഡ്വൈസ്ഡ് ടു അപ്പിയർ ദ ഫൈനൽ പേഴ്സണൽ ഇന്റർവ്യൂ ടു ബി കണ്ടക്ടഡ് ആസ് പെർ ദ റൂൾസ് അറ്റ് ദ വെന്യൂ ആൻഡ് ഡേറ്റ് ആൻഡ് വിച്ച് വിൽ ബി ഇന്റിമേറ്റഡ് ത്രൂ ദി കോൾ ലെറ്റർ. ഓക്കെ, അപ്പോ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് April 20 കേട്ടോ. ഓക്കെ, April 20 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ അപ്ലൈ ചെയ്യാം. അത് കറസ്പോണ്ടിങ് അലവൻസ്, ഗ്രാറ്റുവിറ്റി, അതേപോലെ ട്രാവൽ എന്റർടൈൻമെന്റ്സ്, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെയാണ് അവരുടെ പറഞ്ഞേക്കുന്നത്. അതേപോലെ വർക്കിംഗ് അവേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് അതായത് ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. കിട്ടോ കിട്ടാതിരിക്കോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ അങ്ങനെ ഫീയോ കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ അപ്ലൈ വേണ്ടി പറ്റുന്നവരാണ് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്താ ഒരു കോൺട്രാക്ട് ജോബാണ്, എന്നിരുന്നാലും അതിന് അതിന്റേതായ എക്സ്പോഷറും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. 100% ഷുവർ. ഓക്കെ, ഇനി നമുക്ക് ഒരു വീഡിയോ നമുക്ക് വൈകിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.